എനിക്കതൊട്ടും കറക്റ്റായിട്ട് ഫീൽ ചെയ്തിട്ടില്ല. അതിപ്പോൾ ആലോചിക്കുമ്പോൾ അത് എനിക്ക് നീതി കിട്ടിയെന്ന് എനിക്ക് തോന്നാറുണ്ട്. കാരണം അതൊരു പാർഷ്യലായിട്ടുള്ള കാര്യമായിരുന്നു. ഞാൻ കഴുകാത്ത പാത്രത്തിൽ ചായ വെച്ച് കുടിച്ചു കഴിയുമ്പോൾ അവനും കഴുകാത്ത പാത്രത്തിൽ തന്നെ ചായ വെച്ച് കുടിക്കുമ്പോഴാണല്ലോ അവിടെ ഒരു ഇക്വാലിറ്റി വന്നത്. ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മളൊരു Q&A വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. ലാസ്റ്റ് വീക്ക് ഞാൻ എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ ഒരു സ്റ്റോറി ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു അനോണിമസ് ലിങ്ക് വെച്ചിട്ട്. അപ്പോൾ അതിന് വന്ന റിപ്ലൈസ് വെച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യം വിചാരിച്ചത് ആരും റിപ്ലൈ ഒന്നും തരില്ല, അപ്പം ഞാൻ തന്നെ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കിയിട്ട് ഞാൻ തന്നെ വീഡിയോ എടുക്കേണ്ടി വരുമെന്നാണ്. പക്ഷേ എനിക്ക് ഒരു 38 റിപ്ലൈസ് വന്നിട്ടുണ്ടായിരുന്നു, ക്വസ്റ്റ്യൻസ്. അപ്പം ഞാൻ അതിന് സോർട്ട് ചെയ്ത കുറച്ച് ക്വസ്റ്റ്യൻസിൻ്റെ ആൻസറാണ് ഇന്ന് പറയാൻ പോകുന്നത്. ഫസ്റ്റ് തന്നെ ഇതൊരു ക്വസ്റ്റ്യൻ അല്ല, ഇങ്ങനെയാണ് വന്നേക്കുന്നത്. യുവർ പേഴ്സ് മേക്സ് മീ ഫീൽ ലൈക്ക് ഐ നോ യു. എനിക്കറിയത്തില്ല എന്നെ അറിയാത്ത ആരെങ്കിലും ആണോ ഇട്ടേക്കുന്നതെന്ന്. എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ അധികം ഫോളോവേഴ്സ് ഒന്നുമില്ല, ആകെ ഒരു 1000 സംതിങ് ഫോളോവേഴ്സ് ഉള്ളൂ. അത് തന്നെ എൻ്റെ ഫ്രണ്ട്സ് പിന്നെ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ ആയിരിക്കും. അപ്പോൾ ഇതൊരു കോംപ്ലിമെൻ്റ് ആയിട്ടാണ് പറഞ്ഞതെങ്കിൽ താങ്ക് യു. Can I call you even if we haven't spoken a while? Yes. എൻ്റെ നമ്പർ കയ്യിലുണ്ടെങ്കിൽ വിളിക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡ്രീം ജോബ്. ഡ്രീം ജോബിനെ പറ്റി എനിക്ക് കുറച്ച് പറയാനുണ്ട്. ഫസ്റ്റ് എനിക്ക് ആവാൻ ആഗ്രഹം ഒരു ടീച്ചർ ആവാനായിരുന്നു. ചെറിയ ക്ലാസ്സിലൊക്കെ ആയിരുന്നു, അപ്പോൾ ഒരു 1-2. അപ്പോൾ ഞാൻ എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ പഠിക്കും, പിന്നെ എന്നെ ആരും ഏൽപ്പിച്ചിട്ടില്ലെങ്കിൽ തന്നെ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെ പഠിപ്പിക്കും. അപ്പോൾ ചില ആൾക്കാരൊക്കെ കേട്ടിരിക്കും, പിന്നെ ചില പിള്ളേരൊന്നും കേൾക്കൊന്നുമില്ല. അപ്പം കേട്ടാലും കേട്ടില്ലെങ്കിലും എനിക്കിഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ നല്ല അടി വെച്ച് വെക്കും. അപ്പം ഇങ്ങനെ അടിയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം എൻ്റെ ക്ലാസ് ടീച്ചർ വിളിച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞു, ഇങ്ങനെ ഉപദ്രവിക്കുന്ന പരിപാടിയൊന്നും നടക്കൂല ഇങ്ങനെ. പിന്നെ കുറച്ച് ചെറുതായിട്ടൊരു അടിയൊക്കെ കിട്ടി. പിന്നെ എനിക്ക് കുറച്ച് കാലത്തേക്ക് ടീച്ചർ ആവണ്ടായിരുന്നു, ഞാൻ പേടിച്ചു. പിന്നെ അത് കഴിഞ്ഞ് ഒരു 4ാം ക്ലാസ്സൊക്കെ എത്തിക്കഴിഞ്ഞപ്പോൾ എനിക്കൊരു ഡോക്ടർ ആവാനായിരുന്നു ആഗ്രഹം. അപ്പം എൻ്റെ ഒരു ഫ്രണ്ട് ഒന്ന് താഴെ വീണ് ചെറുതായിട്ട് അവനെ നെറ്റി ഒന്ന് പൊട്ടി. അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ ഫ്യൂച്ചർ ഡോക്ടർ ആണല്ലോ, അപ്പം എന്തെങ്കിലും അവനെ ഹെൽപ്പ് ചെയ്യണമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ അവിടെ നിന്ന് ഒരു കരകപ്പുല്ലോ എന്തൊക്കെയോ പുല്ലൊക്കെ പറിച്ച് കഴിഞ്ഞിട്ട് ഇവൻ്റെ നെറ്റിയിൽ ഇങ്ങനെ കൊണ്ടേ വെച്ചിട്ട് ഇങ്ങനെ ചെയ്തു. അപ്പം എൻ്റെ മൈൻഡിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഫോഴ്സായിട്ട് ചെയ്യുകയാണെങ്കിൽ അവിടെ നല്ല റെഡി ആയിട്ട് വരും. അപ്പം ഞാനിങ്ങനെ തിരുമ്മി ഈ ഇത്രയും ഭാഗം ഒരു ഗോപിപ്പൊട്ട് പോലെ അവൻ്റെ അവിടുത്തെ സ്കിന്ന് ഞാൻ കളഞ്ഞു. പിന്നെ ഈ പാവപ്പെട്ടവൻ 1 വർഷം മൊത്തം ഈ നെറ്റിയിൽ ഒരു മറ്റേ എന്താ പറയുക കൊച്ചു ടിവിൻ്റെ എംബ്ലം ആയിട്ടാണ് നടന്നത്. അവൻ 4ാം ക്ലാസ് ചെയ്ത് സ്കൂൾ മറപ്പിക്കാം. പിന്നെ ഞാൻ അവനെ കണ്ടിട്ടില്ല, പക്ഷെ ഇപ്പം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അവൻ 1 വർഷം മൊത്തം അത് വെച്ചാണ് നടന്നത്. പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്ക് ഇംഗ്ലീഷ് ടീച്ചർ ആവാനായിരുന്നു ആഗ്രഹം. കാരണം മദർ മിസ്സിനെ പോലെ ഞങ്ങളുടെ സ്കൂളിലും ഒരു അടിപൊളി ടീച്ചർ വന്ന് കാണാൻ നല്ല ഭംഗിയായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചോണ്ടിരുന്നത് നല്ല ഭംഗിയുള്ള ആൾക്കാരാവണമെങ്കിൽ ഇംഗ്ലീഷ് ടീച്ചർ ആകണമെന്ന്. അങ്ങനെ കുറച്ച് നാൾ അങ്ങനെ ഇരുന്നു. പിന്നെ കറങ്ങി തിരിഞ്ഞ് ഞാൻ MBAയിൽ സ്പെഷ്യലൈസ് ചെയ്ത HR ആണ്. ഇപ്പം വർക്ക് ചെയ്യുന്നത് HR ഫീൽഡിലാണ്. ഡ്രീം ജോബ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കറിയത്തില്ല, ഒക്കെ ആയിരിക്കും ഒരു HR റിലേറ്റഡ് എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. വെൻ വാസ് ദ ലാസ്റ്റ് ടൈം യു ക്രൈഡ്? സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കങ്ങനെ കരയാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് റീസൺ ഒന്നും വേണ്ട. പിന്നെ എനിക്ക് തോന്നാറുണ്ട് നമ്മൾ കരഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചൊരു സ്ട്രെസ് റിലീഫ് ആകുമെന്ന്. അപ്പോൾ 2 ദിവസം മുന്നേ ഞാൻ കരഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2 ദിവസം മുന്നെയാണ് ലാസ്റ്റ് ടൈം ഐ ക്രൈ. ബിഗ്ഗസ്റ്റ് റെഡ് ഫ്ലാഗ്സ് ഇൻ എ ഗൈ. ബിഗ്ഗസ്റ്റ് റെഡ് ഫ്ലാഗ്സ് ഇതൊക്കെ ഓരോ ആൾക്കാരുടെ പെർസ്പെക്റ്റീവ് അനുസരിച്ച് മാറുന്നതാണ്. ഇപ്പോൾ എന്നെ വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്കൊരു ഹെൽത്തി റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബേസിക് സാധനങ്ങൾ നമ്മളെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരാളായിരിക്കുക, അല്ലെങ്കിൽ നമ്മുടെ ഇമോഷൻസിന് വാല്യൂ തരുന്ന ഒരാളായിരിക്കുക. അതായത് ഇപ്പോൾ നമ്മളൊരു റിലേഷനിലാണ്, നമുക്കൊരു കോർ പേഴ്സണാലിറ്റി ഉണ്ട്, അതിൽ വലിയ ചേഞ്ചസ് ഒന്നും വരുത്താതെ നമുക്കൊരു റിലേഷൻ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുവാണെങ്കിൽ അതൊരു ഹെൽത്തി റിലേഷൻഷിപ്പാണ്. അങ്ങനെ അല്ലെങ്കിൽ അതെന്തൊക്കെയാണോ അതൊക്കെയാണ് റെഡ് ഫ്ലാഗ്സ്. ഐ ഡോണ്ട് ഡെയർ ടു റൈറ്റ് യു. ഓക്കെ, സോ പ്ലീസ് DM me on Instagram. അപ്പോൾ എനിക്കറിയാലോ ആരാണ്, കാരണം ഇത് അനോണിമസ് ലിങ്ക് ആയതുകൊണ്ട് എനിക്കറിയത്തില്ല ഇതൊക്കെ ആരാണ് അയക്കുന്നതെന്ന്. സോ പ്ലീസ്, വാട്ട് ഈസ് ബെറ്റർ ഫോർ യു, ഹോൾഡിങ് ഹാൻഡ്സ് ഓർ ആം ഇൻ ആം? ഇതിപ്പോൾ രണ്ടും തമ്മിൽ ഭയങ്കര വ്യത്യാസം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ പറയുകയാണെങ്കിൽ ഫ്രീ ആയിട്ട് നടക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇൻട്രോവേർട്ട് ഓർ എക്സ്ട്രോവേർട്ട്? ചെറുപ്പത്തിലൊക്കെ ഞാൻ മുന്നേ പറഞ്ഞതുപോലെ ഞാൻ ഭയങ്കര എക്സ്ട്രോവേർട്ടായിരുന്നു. എല്ലാ ആൾക്കാരുടെ അടുത്തും ഇടിച്ചു കയറി സംസാരിക്കാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പം ഇങ്ങനെ എൻ്റെ റിലേറ്റീവ്സൊക്കെ ആണെങ്കിലും
ഫ്രണ്ട്സൊക്കെ ആണെങ്കിലും എപ്പോഴും ഇങ്ങനെ പറയുമായിരുന്നു ഞാൻ ഭയങ്കര എക്സ്ട്രോവേർട്ടാണ്, ഇങ്ങനെ മടിയൊന്നും ഉണ്ടായിരുന്നില്ല, എല്ലാ കാര്യത്തിലും പോയി പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നൊക്കെ ഒരാളായിരുന്നു. പിന്നെ കുറച്ച് കാലം ഇങ്ങനെ കഴിഞ്ഞ് കഴിഞ്ഞ് വരും തോറും അതിങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വന്നു. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷനിൽ ചോദിക്കുകയാണെങ്കിൽ ഞാനൊരു ആംബിവേർട്ട് എന്ന് പറയാം. എല്ലാവരും കൊണ്ട് എൻ്റെ ഒരു കംഫർട്ട് സർക്കിളൊക്കെ ആയി നന്നായി സംസാരിക്കും, അല്ലെങ്കിൽ കുറച്ച് സൈലന്റ് ഒതുങ്ങിയ ടൈപ്പാണ്. ഡു യു ലവ് യുവർ സ്കൂൾ ലൈഫ്? ഡു യു ഈവൻ ലവ് യുവർ സ്കൂൾ ലൈഫ്? എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാലഘട്ടമാണ് സ്കൂൾ ലൈഫ്. ബിക്കോസ് ഞാൻ 10th വരെ പഠിച്ചത് ഒരു ചെറിയ സ്കൂളിലായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടുത്തെ മെയിൻ ആയിരുന്നു ഞാൻ. ഇപ്പം ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഐറ്റത്തിനൊക്കെ എനിക്ക് ഫസ്റ്റ് കിട്ടും. അപ്പം 10th വരെ ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് ഞാൻ ഒരു സംഭവമാണെന്നാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ 11th പോയി കഴിഞ്ഞ് 11th 12th എത്തി കഴിഞ്ഞപ്പോഴാണ് അവിടെ ഈ കിട്ടിയ ഒരു സപ്പോർട്ടും അറ്റൻഷനും ഒന്നും അവിടെ നിന്ന് എനിക്ക് കിട്ടുന്നില്ല. അപ്പോഴാണ് ഞാൻ ആക്ച്വലി റിയലൈസ് ചെയ്യുന്നത് ഞാൻ മറ്റേ മൂക്കില രാജ്യത്ത് മുറമുക്കൽ രാജാവ് എന്ന് പറഞ്ഞൊരു സെറ്റപ്പിലായിരുന്നു എൻ്റെ സ്കൂളിൽ, പഴയ സ്കൂളിൽ ഉണ്ടായിരുന്നത് എന്നുള്ളത്. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു എൻ്റെ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് എൻ്റെ 10th വരെയുള്ള സ്കൂൾ ലൈഫാണ്. നമ്മൾ മെയിൻ ആണല്ലോ, അതുകൊണ്ട്. വാട്ട് ഈസ് ദ മോസ്റ്റ് റൊമാൻറ്റിക് തിങ് സംവൺ ഡസ് ഫോർ യു? റൊമാൻറ്റിക് തിങ് എൻ്റെ ലാസ്റ്റ് ബർത്ത്ഡേക്ക്, ഓക്കെ, അതിനോട് ഒരു റിലേറ്റഡ് ആയിട്ടുള്ള വേറെ ക്വസ്റ്റ്യനും കൂടെ ഉണ്ട്. എൻ്റെ ബർത്ത്ഡേ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. സോ എൻ്റെ ബർത്ത്ഡേ April 11th ആണ്. ആൻഡ് റൊമാൻറ്റിക് തിങ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ ബർത്ത്ഡേക്ക് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഞാനും എൻ്റെ പാർട്ട്ണർ നമ്മൾ തമ്മിലൊക്കെ ഉള്ള ഒരു ഫസ്റ്റ് ബർത്ത്ഡേ ആയിരുന്നു ഈ പ്രാവശ്യത്തെ. സോ എൻ്റെ ഈ ബർത്ത്ഡേക്ക് അവനിങ്ങനെ ഒരു ചെറിയ ബർത്ത്ഡേ പാർട്ടി പോലെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെയൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് പിന്നെ ഫുഡൊക്കെ അറേഞ്ച് ചെയ്ത് അത് കൊള്ളായിരുന്നു. അപ്പം എനിക്കത് ആ ഒരു അറ്റ്മോസ്ഫിയർ ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ അതാണ്. അതുപോലത്തെ തന്നെ വേറൊരു സിമിലർ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. വാട്ട് ഈസ് ദി പ്രഷ്യസ് ഗിഫ്റ്റ് യു എവർ ഗോട്ട്? പ്രഷ്യസ് ഗിഫ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് വീണ്ടും ഇത് ഇവൻ്റെ തന്നെയാണ് എൻ്റെ ഒരു ബർത്ത്ഡേക്ക്, ഇതിന് മുന്നത്തെ ബർത്ത്ഡേക്ക് ഞാനിങ്ങനെ പറയുമായിരുന്നു എനിക്ക് യൂക്കുലേലിയും തന്നെയാണെന്ന് തോന്നുന്നു. യൂക്കുലേലി എനിക്കിഷ്ടമാണ്. ഞാൻ പറഞ്ഞതിൻ്റെ പ്രൊനൗൺസിയേഷൻ കേട്ടോ. അപ്പോൾ യൂക്കുലേലി എനിക്കിഷ്ടമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ എനിക്ക് സർപ്രൈസ് ആയിട്ട് എൻ്റെ ബർത്ത്ഡേക്ക് യൂക്കുലേലി വാങ്ങിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ വീട്ടിൽ പൊടി പിടിച്ചിരിക്കുകയാണ്, ഞാൻ പഠിച്ചൊന്നുമില്ല. ബട്ട് സ്റ്റിൽ ഞാൻ കുറേ ആഗ്രഹിച്ച ഒരു സാധനമാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ അതുപോലെ തന്നെ വേറൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ കഴിഞ്ഞ ജോബിൻ്റെ ലാസ്റ്റ് ഡേ ആയിരുന്ന സമയത്ത് എൻ്റെ കൂടെ വർക്ക് ചെയ്ത് എൻ്റെ ഒരു ഫ്രണ്ടായിരുന്നു ജോനിയ. സോ ജോനി എനിക്ക് എൻ്റെ ലാസ്റ്റ് ഡേ ആയതുകൊണ്ട് ഒരു ലെക്ചർ, ഹാൻഡ് റിട്ടൺ ലെക്ചർ തന്നിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന നമ്മൾ തമ്മിലുള്ള ഒരുമിച്ചുള്ള ടൈമിൽ ഓഫീസിലുണ്ടായിരുന്ന കാര്യങ്ങൾ, പിന്നെ എന്താണ് എന്നെ മിസ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ, അങ്ങനത്തെയൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുള്ള ഒരു നോട്ട് ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് വേണ്ടിയിട്ട് ഒരു റിങ്ങും ഒരു നെക്ലസ് പോലത്തെ ഇതുണ്ടായിരുന്നു. സോ അതെനിക്ക് ഭയങ്കര ഇമോഷണലി എനിക്ക് ഇഷ്ടപ്പെട്ട ഇതാണ്. ഹാവ് യു എവർ ഹാഡ് എ ഫിസ്റ്റ് ഫൈറ്റ്? യെസ്. ഇപ്പോൾ ചെറുപ്പത്തിലൊക്കെയാണ് ഉണ്ടായിട്ടുള്ളത്. എനിക്കൊരു ബ്രദറാണ് ഉള്ളത്. സോ ഒബിയസ്ലി നമ്മൾ തമ്മിൽ എപ്പോഴും അടി ഉണ്ടാവാറുണ്ടായിരുന്നു ചെറിയ ചെറിയ കാര്യങ്ങൾക്ക്. സോ ഇപ്പോൾ ഒരു പെർട്ടിക്കുലർ ഒരു ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷൻ ചോദിക്കുകയാണെങ്കിൽ നമ്മൾ തമ്മിൽ ഒരു ചായക്കഥയ്ക്കൊരു അടിയുണ്ടായിട്ടുണ്ടായിരുന്നു. സോ സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യൂഷ്വലി നമുക്ക് ചായ നമ്മൾ എണീറ്റ് വന്നു കഴിയുമ്പോഴത്തേക്കും അമ്മ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. അന്ന് എന്തോ കാരണം കൊണ്ട് അമ്മ ചായ ഉണ്ടാക്കിയില്ല. ചായ ഉണ്ടാക്കിയത് മാത്രമല്ല, ചായ ഉണ്ടാക്കുന്ന പാത്രം കഴുകിയിട്ടുണ്ടായിരുന്നില്ല. സോ ഞാൻ എണീറ്റ് വന്നു, ഞാൻ എനിക്കുള്ള ചായ ഉണ്ടാക്കി കുടിച്ചു. അത് കഴിഞ്ഞ് ഇവൻ എണീറ്റ് വന്നു, എന്നിട്ട് ഇവന് ചായ വെച്ച് കുടിക്കണം. അപ്പം ഇവൻ നോക്കാൻ നേരത്ത് ചായ പാത്രം കഴുകിയിട്ടില്ല. അപ്പം ലാസ്റ്റ് വെച്ചത് ആരാന്ന് ചോദിച്ചു. അപ്പം ഞാനാണ് വെച്ചത്. അപ്പം എന്നോട് കഴുകാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ എടുക്കാൻ നേരത്തും അത് കഴുകാതെയാണ് ഇരുന്നത്, സോ എനിക്ക് കഴുകി തരേണ്ട കാര്യമില്ല എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ തമ്മിൽ വാക്ക് തർക്കമായി. പിന്നെ അത് ഭയങ്കര വലിയ ഇതൊന്നുമല്ല, അങ്ങനെ ഉന്തും തള്ളുമൊക്കെ ആയി. ലാസ്റ്റ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മ വന്നിട്ട് അവന് പാത്രം കഴുകി ചായ വെച്ച് കൊടുത്തു. എനിക്കതൊട്ടും കറക്റ്റായിട്ട് ഫീൽ ചെയ്തിട്ടില്ല. ഇപ്പം ആലോചിക്കുമ്പോൾ അത് എനിക്ക് നീതി കിട്ടിയതെന്ന് എനിക്ക് തോന്നാറുണ്ട്. കാരണം
അതൊരു പാർഷ്യലായിട്ടുള്ള കാര്യമായിരുന്നു. ഞാൻ കഴുകാത്ത പാത്രത്തിൽ ചായ വെച്ച് കുടിച്ച് കഴിയുമ്പോൾ അവനും കഴുകാത്ത പാത്രത്തിൽ തന്നെ ചായ വെച്ച് കുടിക്കുമ്പോഴാണല്ലോ അവിടെ ഒരു ഇക്വാലിറ്റി വന്നത്. വാട്ട് ഈസ് ദ വേഴ്സ്റ്റ് അഡ്വൈസ് യു ഹാവ് എവർ ഗിവൻ? ഞാനധികം അങ്ങനെ ആരെയും അഡ്വൈസ് ചെയ്യാറില്ല. കാരണം ഓരോ ആൾക്കാരുടെ പെർസ്പെക്റ്റീവ് അനുസരിച്ചിരിക്കുമല്ലോ നമ്മൾ അഡ്വൈസ് ചെയ്യുന്ന കാര്യം എങ്ങനെ വർക്ക് ചെയ്യുന്നുള്ളത്. അപ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങോട്ട് എന്തെങ്കിലുമൊക്കെ ചോദിച്ചാൽ മാത്രമാണ് ഞാൻ അധികം അഡ്വൈസ് കൊടുക്കാറുള്ളൂ. അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ തന്നെ ഞാൻ കൊടുത്തിട്ടുണ്ടാവുക എൻ്റെ അനിയനൊക്കെ തന്നെയായിരിക്കും, അല്ലെങ്കിൽ എൻ്റെ ക്ലോസ് ഫ്രണ്ട്സിനൊക്കെ ആയിരിക്കും. എന്തുകൊണ്ടോ അവരെന്നോട് പറഞ്ഞിട്ടില്ല അത് വേഴ്സ്റ്റ് ആയിരുന്നു എന്ന്. സോ എനിക്കറിയത്തില്ല. ചെറുതായിട്ടൊരു ലൈറ്റ് ചേഞ്ച് ആയിട്ടുണ്ടാവും. ഞാൻ ഇപ്പം ഇങ്ങനെ നോക്കാൻ നേരത്താണ്, ഞാൻ ഇരുട്ടത്തിരുന്നാണ് ആക്ച്വലി വീഡിയോ എടുത്തോണ്ടിരുന്നത്. അപ്പോൾ ചെറിയൊരു ലൈറ്റിന് ഡിഫറൻസ് ഉണ്ടായിരിക്കും. എന്തായാലും നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. വാട്ട് ഈസ് യുവർ ഫേവറേറ്റ് മൂവി, സീരീസ് ഓർ സോങ്? സോങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു ഫേവറേറ്റ് സോങ് ഒന്നുമില്ല. എനിക്ക് കൂടുതൽ ഇഷ്ടം കേൾക്കാൻ മെലഡീസ് ആണ്. ആൻഡ് മൂവി ആണെങ്കിൽ ഞാൻ കൂടുതലും കാണുക മലയാളം മൂവീസ് ഒക്കെയാണ്. എനിക്ക് കൂടുതലും ഇഷ്ടം മലയാളം മൂവീസ് കാണാനാണ്. അപ്പോൾ ലാസ്റ്റ് കണ്ട മൂവിയിൽ എനിക്കിഷ്ടമായത് തുടരും മൂവി എനിക്കിഷ്ടമായി, ആലപ്പുഴ ജിംഖാന എനിക്കിഷ്ടമായി. ആൻഡ് സീരീസ് ആണെങ്കിൽ ഞാൻ ബേസിക്കലി അധികം സീരീസ് കാണുന്ന ഒരാളല്ല. കണ്ടതിൽ എനിക്കിഷ്ടമായത് വെനസ്ഡേ എനിക്കിഷ്ടമായിട്ടുണ്ടായിരുന്നു, സ്ക്വിഡ് ഗെയിം എനിക്കിഷ്ടമായിട്ടുണ്ടായിരുന്നു. ഹൂ ഈസ് യുവർ വേഴ്സ്റ്റ് എനിമി? എനിമി എന്നൊക്കെ പറയാനൊന്നും എനിക്കങ്ങനെ ആരുമില്ല. ചെറുപ്പത്തിലൊക്കെ നോക്കുകയാണെങ്കിൽ എൻ്റെ ബ്രദർ തന്നെയായിരിക്കും. കാരണം നമ്മൾ തമ്മിലാണ് മെയിനായിട്ടുള്ള അടിയൊക്കെ ഉണ്ടാവുക. അവനായിരിക്കും ചെറുപ്പത്തിലൊക്കെ. ഇപ്പം അങ്ങനെ വലുതായി കഴിഞ്ഞാൽ ഇപ്പം അങ്ങനെ എനിമി എന്ന് പറയാനൊന്നും ആരുമില്ല. ഓക്കെ, സോ ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. നോക്ക് നോക്ക് 1 million സബ്സ്ക്രൈബേഴ്സ് ഓൺ ദ വേ. ഇത് എൻ്റെ ഒരു ഫ്രണ്ടാണ് എനിക്ക് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. ബിക്കോസ് നമ്മളിത് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ വിഷ് ചെയ്യുന്നു എത്രയും പെട്ടെന്ന് ഒരു 1 million സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ആവട്ടെ എന്ന്. ബിക്കോസ് എനിക്കിപ്പോൾ ഉള്ളത് 233 സബ്സ്ക്രൈബേഴ്സാണ്. അവിടെ നിന്ന് 1 million ഒരു വലിയ ദൂരമുണ്ട്. എത്രയും പെട്ടെന്ന് ആക്കാൻ പറ്റട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുന്നു. അപ്പം ഇത്രയൊക്കെയാണ് ഇന്നത്തെ Q&Aയിലുള്ളത്. ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യൻസും ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പ്ലീസ് DM മീ നിങ്ങൾക്ക് എങ്ങനത്തെ കൈൻഡ് ഓഫ് കോണ്ടൻറ്റ്സ് ഞാൻ ചെയ്യുന്നതാണ് ഇഷ്ടപ്പെടുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.